പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവിടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ നിയോഗങ്ങളോടും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൽ അത്ഭുത ശക്തിയാലും അങ്ങയുടെ കൽപ്പനകളുടെയും വാഗ്ദാനങ്ങളുടെയും അടിസ്ഥാനത്താലും ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് സത്യം, അങ്ങയുടെ വചനമാണ് സത്യം, അങ്ങാണ് വഴി, അങ്ങാണ് ജീവൻ, അങ്ങാണ് സർവസ്വവും. അങ്ങ് പറയുന്നത് ഗൗരവത്തോടെ എടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിലൂടെ ആരോഗ്യവും സന്തോഷവും സമാധാനവും വിജയവും വിടുതലും സ്വാതന്ത്ര്യവും എല്ലാ കൃപകളും നിറയപ്പെട്ട് അങ്ങയുടെ മക്കളും ഇവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയൊരു അഭിഷേകത്തിന് വേണ്ടിയാണ്. ഇത് മറ്റൊന്നുമില്ല, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം ധൂർത്തപുത്രനുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അഭിഷേകം എന്താണ്? 15-17 പറയാ, അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, സഭയിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, സകലമാന മേഖലകളിലേക്ക് നോക്കുമ്പോ സുബോധം നഷ്ടപ്പെട്ട അനേക മക്കളെ നമ്മൾ കാണുകയാണ്. സുബോധം നഷ്ടപ്പെട്ട മക്കള് എല്ലാ മേഖലകളിലും ഇന്ന് അതൊരു ഭയങ്കരമായൊരവസ്ഥയാണ്. സുബോധം ഉണ്ടാക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി ഉദാഹരണം പറയേണ്ട നമുക്കല്ലേ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. മദ്യപിച്ച് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. സ്വന്തം ശരീരത്തെ മിളച്ചതയ്ക്ക് വിട്ടുകൊടുക്കുന്ന മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. പ്രാർത്ഥിക്കാത്ത മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. ഈശോയോട് ചേർന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുമായിരുന്നിട്ടും ഈശോ ബന്ധമില്ലാതെ ജീവിക്കുന്ന മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. കൂദാശകളിലൂടെ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാമായിരുന്നിട്ടും കൂദാശകൾ സ്വീകരിക്കാതെ, പ്രാർത്ഥിക്കാതെ, ദേവാലയത്തിൽ പോകാതെ ജീവിക്കുന്ന മക്കള്, സുബോധമില്ലാത്ത മക്കളാണ്. ദൈവഭക്തിയില് ദൃഢതയും തീക്ഷ്ണതയും ഉള്ള മക്കള് അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഇല്ലാത്ത മക്കള് അതിവേഗം നശിക്കും, അതിവേഗം നശിക്കുന്ന പറഞ്ഞിരിക്കുന്ന വചനം. എന്നിട്ടും ദൈവഭക്തിയില് തീക്ഷ്ണതയില്ലാത്ത മക്കള്, ഉറപ്പില്ലാത്ത മക്കള്, സുബോധമില്ലാത്ത മക്കള്, വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്താതെ ലോകകാര്യങ്ങൾ വ്യാപൃതനായിട്ട് പ്രാർത്ഥനയില്ല, നിത്യാരാധനയ്ക്ക് കടന്നു പോകാത്ത വൈദികര്, വിശുദ്ധ കുർബാന മാത്രം ചൊല്ലി വേറെ ഒരു പരിപാടിക്ക് പോകാത്ത വൈദികര് അനേകരാണ്. പ്രാർത്ഥിക്കാത്ത വൈദികര്, പ്രാർത്ഥിക്കാത്ത സന്യസ്തര്, സുബോധമില്ലാത്തവരാ. സ്വന്തം അജഗണത്തിന്റെ ആത്മരക്ഷയെ പ്രതി ചിന്തയില്ലാതെ വെറുപ്പും വാശിയും വഴക്കും സൃഷ്ടിച്ചുകൊണ്ട് സഭയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പിതാക്കന്മാര്, നേതാക്കന്മാര്, കുടുംബത്തിലെ അപ്പന്മാര്, അമ്മമാര്, സഹോദരങ്ങള്, സുബോധമില്ലാത്ത മക്കളാണ്. ഞാൻ ഇതുമായിട്ട് ചിന്തിച്ചപ്പോ സുബോധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയില് ഇന്ന് എല്ലായിടത്തും പിതാക്കന്മാരുടെ ഇടയില്, വൈദികരുടെ ഇടയില്, സന്യസ്തരില്, കുടുംബത്തില്, യുവമക്കളില്, കൊച്ചുമക്കളില്, മാതാപിതാക്കളില്, ഭാര്യ ഭർത്താക്കന്മാരില് സുബോധമില്ലായ്മയുടെ വലിയൊരു പൈശാചിക ബന്ധനമുണ്ട്. എവിടെയാണ് ഈ വചനം നമ്മെ ധൂർത്തപുത്രനുമായിട്ട് ബന്ധപ്പെട്ട്? നമുക്കറിയാം, സുബോധം നഷ്ടപ്പെട്ട് അപ്പന്റെ വീട് വിട്ട് എല്ലാം വാങ്ങിച്ചെടുത്ത് എല്ലാം നശിപ്പിച്ച് സുബോധമില്ലായ്മയുടെ നാശത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ് ധൂർത്തപുത്രൻ. പക്ഷെ അവന് സുബോധമുണ്ടായി, അവന് സുബോധം ഉണ്ടായി. അതാണ് ധൂർത്തപുത്രൻ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. പബ്ബി പോണ മക്കള്, രാത്രിയിൽ കറങ്ങി നടക്കുന്ന മക്കള്, കൂട്ടുകാരുടെ പിന്നാലെ പോകുന്ന മക്കള്, സ്വന്തം ശരീരത്തെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന മക്കള്, ജഡിക പാപം ചെയ്ത് സ്വയം സ്വർഗഭോഗം ചെയ്ത മക്കള്, വചനം ലംഘിച്ച് ജീവിക്കുന്ന മക്കള്, സുബോധമില്ലാത്ത എന്തുമാത്രം അവസ്ഥകളാണ് നമ്മുടെ മക്കൾക്കും കുടുംബത്തിലുള്ള. നമ്മൾ പറയും, ഇതിന് സുബോധമില്ലേ, ഇതെന്ത് കാണിക്കണേ, എങ്ങോട്ടേ പോണേ, എന്ത് വിചാരിച്ചിട്ടേ പോണേ? അല്പം പോലും സുബോധമില്ലാതെ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങള് അനേകം മക്കളില് അതിശക്തമായിട്ട് അതിപ്രസരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് സുബോധം തരണം. ധൂർത്തപുത്രൻ സുബോധം നൽകിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, മാതാപിതാക്കൾക്ക്, മരുമക്കൾക്ക്, അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും,
സഹോദരങ്ങൾക്ക് സുബോധം നൽകണമേ. ഒപ്പം അഭിമന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും സുബോധം നൽകണമേ. ഈ സുബോധം എന്ന അഭിഷേകം കിട്ടിയാൽ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, മക്കൾ രക്ഷപ്പെടും, വൈദികർ രക്ഷപ്പെടും, സഭ രക്ഷപ്പെടും. ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സുബോധം നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരികൾ, സുബോധം നഷ്ടപ്പെട്ട് പിശാചിനെ ബന്ധിക്കപ്പെട്ട് പിശാചി കണ്ണുകെട്ടി ബുദ്ധി മന്ദീഭവിച്ച് അന്ധകാരമായി പോയ അനേക മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ലൂക്ക 15:17 വചനത്തിന് അത്ഭുത ശക്തിയാൽ സുബോധമുണ്ടാകാൻ അപ്പോൾ അവന് സുബോധമുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി. ഈ സുബോധം ഉണ്ടെങ്കിൽ തിരിച്ചു വരും, വീട്ടിലേക്ക് തിരിച്ചു വരും, അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരും, വചനത്തേക്ക് തിരിച്ചു വരും, കൂദാശയിലേക്ക് തിരിച്ചു വരും, ആത്യന്തികമായിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അവിടെ രക്ഷയുണ്ട്, അവിടെ കരുണയുണ്ട്, അവിടെ സ്വീകാര്യതയുണ്ട്, അവിടെ പാപമോചനമുണ്ട്, അവിടെ വിശുദ്ധിയുണ്ട്, അവിടെ എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. സുബോധത്തോടെ തിരിച്ചു വരാൻ കർത്താവേ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാലസന്നദ്ധിയിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയണം, മക്കളെ, നമ്മുടെ ശുശ്രൂഷ നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം എന്തുമാത്രം പേർക്ക് പങ്കുവെച്ചു കൊടുക്കാമോ, പരിചയപ്പെടുത്തി കൊടുക്കാമോ, നിങ്ങൾ പങ്കുവെച്ചും പരിചയപ്പെടുത്തിയും കൊടുക്കണം. മാത്രമല്ല, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, അനേകരിലേക്ക് എത്തിക്കട്ടെ. ഈ യൂട്യൂബ്, ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കാൻ സബ്സ്ക്രൈബേഴ്സ് കൂടണം. അതുകൊണ്ട് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക, സാധിക്കുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ. അങ്ങനെ നമ്മുടെ ശുശ്രൂഷ മുടങ്ങാതെ പോകുന്ന ശുശ്രൂഷയല്ല മക്കളെ. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി വലിയ കൃപയുടെ ശുശ്രൂഷയാണത്. അനേകം പേര് പങ്കുവയ്ക്കുന്നുണ്ട്, അനുഭവങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്. അച്ഛൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ, ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ അടുത്ത ഞായറാഴ്ച മുതൽ അച്ഛൻ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 4-5 ദിവസം ഞങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനമാണ്. കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തുറന്നു പറയണം, പ്രാർത്ഥനയില്ലാത്ത വൈദികര്, ഉദാശകൾ താല്പര്യമില്ലാത്ത വൈദികര്, സമൂഹ ജീവിതത്തോട് താല്പര്യമില്ലാത്ത വൈദികർ നേറി വരികയാണ്. സ്വന്തം കാര്യം നോക്കി, സ്വന്തം സുഖം നോക്കി, കമ്മ്യൂണിറ്റി പ്രയറിന് വരത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല. അങ്ങനെ പോകാത്ത ഒത്തിരി വൈദികർ നിങ്ങളുടെ മക്കളാണ്. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടയന്മാർ മോശമായാൽ ആടുകളെ നോക്കാൻ ആരുള്ള ഈ ഒരു ഗതികേടുണ്ട്. അതുകൊണ്ട് വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് സത്യം പറയാലോ, അച്ഛന്മാരും കന്യാസിമാരും ഒക്കെ അവനവനെ ഏൽപ്പിച്ച ജോലി വിട്ട് വേണ്ടാത്ത ജോലിക്ക് പോയി പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളും സങ്കടമുണ്ട് ഒത്തിരി പറയുമ്പോഴൊക്കെ. എന്നാലും പ്രാർത്ഥിക്കും മക്കളെ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മക്കളാ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മക്കളാ. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ആത്മാക്ക രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന വൈദികരും സന്യസ്തരും സഭയിൽ കത്തുജോലിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങയോട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് കർത്താവെ, പ്രത്യേകിച്ചും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയ അഭിഷേകം ധൂർത്തപുത്രന് ലഭിച്ച അനുഗ്രഹം, അപ്പോൾ അവന് സുബോധമുണ്ടായി. കർത്താവേ, ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സുബോധം നഷ്ടപ്പെട്ടു പോയ പോലെ ജീവിക്കുന്ന, പാപത്തിനടിമപ്പെട്ട് വെറുപ്പില്, വിദ്വേഷത്തില്, വൈരാഗ്യത്തില്, വിവാഹമോചനത്തില്, മൊബൈൽ അടിമത്തത്തില്, പഠിക്കാതെ സമയം കളഞ്ഞ് സിനിമ കണ്ട് കൂട്ടുകൂടി കർത്താവേ സുബോധമില്ലാതെ ഒത്തിരിയേറെ നഷ്ടങ്ങൾ ഞങ്ങൾ വരുത്തുന്നുണ്ട്, നശിപ്പിച്ചു കളയുന്നുണ്ട്. ശരീരത്തെ, സമ്പത്തിനെ, ആരോഗ്യത്തെ, സമയത്തെ നശിപ്പിച്ചു കളയുന്ന മക്കളാണ് ഞങ്ങൾ പലപ്പോഴും. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ധൂർത്തപുത്രന് ലഭിച്ച ആ വലിയ സുബോധം ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബത്തില് എല്ലാ മക്കളും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബോധത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ബുദ്ധിയെ മന്ദീഭവിപ്പിച്ച്
കണ്ണുകെട്ടി, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിപ്പിച്ച്, സുബോധത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി, ബോധമില്ലാത്ത രീതിയിൽ നാശത്തിലേക്ക് കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന പൈശാചിക ശക്തികളെ കർത്താവേ നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ സുബോധം നൽകി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാന സന്നദ്ധിയിൽ നിങ്ങൾക്കറിയാലോ, സുബോധം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥകള്, ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, മരുമക്കള്, അമ്മായിമ്മ, നാത്തൂന്മാര്, സുബോധം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി അവസ്ഥകളാണ് ഇന്ന് പല പല നാശത്തിലേക്ക്, മൊബൈൽ അടിമത്തം, ദുശീലങ്ങള്, കൂട്ടുകെട്ട്, തെറ്റായ സ്നേഹബന്ധം, ഒത്തിരിയേറെ പൈശാചിക പ്രവൃത്തികളിലേക്കൊക്കെ നയിക്കുന്ന ദൂർത്തപ്പുറത്ത് നമുക്കറിയാലോ. സുബോധം കിട്ടിയപ്പോ അവൻ തിരിച്ചു വന്നു. അവന്റെ ഈ അഭിഷേകത്തിന് വേണ്ടി ദിവ്യഗാന സന്നദ്ധിയിൽ പ്രാർത്ഥിക്കും. മക്കൾക്ക് സുബോധമുണ്ടാകാൻ, ജീവിത പങ്കാളിക്ക് സുബോധമുണ്ടാകാൻ, കുടുംബാംഗങ്ങൾക്ക് സുബോധമുണ്ടാകാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കും യഥാർത്ഥമായി സുബോധമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യഗാന സന്നദ്ധിയിൽ അതിനായി സമർപ്പിച്ച് ആശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് സുബോധം നൽകി ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവേ, വലിയ സന്ദേശത്തെ ഓർത്ത്, അങ്ങ് നൽകുന്ന സുബോധത്തെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. അതിൻ്റെ മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ഞങ്ങൾ കാണട്ടെ. ദൂർത്തപുത്രനെ പോലെ